Hey all, so welcome back to my YouTube channel. It's me Sona. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന്. കാരണം എൻ്റെ ഡേ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ എല്ലാം സെയിം ആണ്. അങ്ങനെ പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് എൻ്റെ ലൈഫിലൊരു അപ്ഡേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജിമ്മിന് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ലൈഫിലിപ്പോൾ ഒരു അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നൊരുത്തെ ദിവസത്തെ എത്ര ഞാൻ ഷൂട്ട് ചെയ്യുന്ന അറിയില്ല, കാരണം കുറച്ച് ദിവസം ഞാൻ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ മറന്നുപോകും. അപ്പോൾ അതുകൊണ്ട് നോക്കാം, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ നല്ലൊരു മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിന്നു. ഇനി അറിയില്ല, മഴക്കാറുണ്ട്, വെയിലൊന്നുമില്ല. ഞാൻ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. വെയിൽ വരാണെങ്കിൽ ആ തുണി ഉണങ്ങി കിട്ടിയേനെ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും കീപ്പ് വാച്ചിങ്. സോ അങ്ങനെ ഞാൻ താഴെ പോയി നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആവി പിടിക്കുന്ന സീനാണ് ഞാൻ കണ്ടത്. ആൾക്ക് ചെറുതായിട്ട് ഒരു കോൾഡ് ഉണ്ട്. അപ്പോൾ അത് വന്നതിന് മുമ്പ് നമ്മൾ ആവി പിടിച്ചത് മാറ്റാൻ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇതാണ് എൻ്റെ വാർഡ്രോബ്. എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ ഒന്നും കുഴപ്പമില്ല, കാരണം ഞാൻ എടുത്ത സാധനം എടുത്തെടുത്ത് ഞാൻ വെക്കണ ഒരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതാ ഈ ഒരു ഡ്രോ അങ്ങോട്ട് തുറന്നാൽ മൊത്തം ഒരു അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒറ്റ ദിവസം ചെയ്യണ ഒരാളല്ല, കുറച്ചായിട്ടാണ് ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം ഗൈസ്, കം ഓൺ. ഇത്രയും സാധനങ്ങളാണ് ഗൈസ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത്. ഇനി ഇതൊക്കെ തിരിച്ച് കയറ്റണം. അതിന് മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ട് ഈ പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചില ആഴ്ചയിലൊക്കെ മറന്നു പോകും. എന്നാലും അങ്ങനെ അത്രക്ക് പൊടിയൊന്നുമില്ല. നമ്മൾ ഈ പൊടിയൊക്കെ ഒന്ന് തൂത്തിട്ട് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, പക്ഷേ നോക്കാം, മാക്സിമം നമുക്ക് ചെയ്യാം. ഞാൻ എന്തായി സ്തംഭിച്ച് നിൽക്കണേന്ന് വെച്ചാൽ, ഞാൻ മേളിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് തുറന്നു വന്നിട്ട് എന്തോ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കുക, എന്ത് വിളി കാണിക്കണേ, എവിടെ ഇല്ലാത്തൊരു പതിവ് എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അപ്പോൾ ഞാനൊന്നാമത് ക്യാമറ ഓൺ ചെയ്തിട്ടാണല്ലോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്തിവിടെ സംഭവിക്കണേന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ചിരി വന്നത്. പിന്നെ അതായതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. ഇത് കുറേ നാളായിട്ടുണ്ട്, തീർന്നത് 2-3 ബോട്ടിലുണ്ട് ഇതിൽ തീർന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കളയണം. അപ്പോൾ എൻ്റെ താഴത്തെ ക്ലീനിങ്, അതായത് താഴത്തെ ഡ്രോയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിലും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അത് ഞാനിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ അതായത് ഞാൻ എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെയാണ്. പിന്നെ എനിക്ക് എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണം. അത് വേറെ സ്ഥലത്തായിരുന്നു എനിക്ക് തന്നെ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ മാക്സിമം എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അധികം വെയിൽ വന്നിട്ടില്ല. തുണിയൊക്കെ ഞാൻ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു വെയിൽ കിട്ടിയാൽ തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഈ സമയത്തൊന്നും അങ്ങനെ ഉച്ചയാകുമ്പോഴൊക്കെ ശരിക്കും വെയിൽ വന്നതാണ്. ഇടയ്ക്ക് വെയിൽ വരും, പെട്ടെന്ന് തന്നെ മഴക്കാറും വരും. പെട്ടെന്നാണ്, സഡനായിട്ടാണ് എല്ലാം ചേഞ്ച് ചെയ്യണത്. അപ്പം എൻ്റെ ബാക്കി പരിപാടികളിലേക്ക് ഞാൻ പോയി. അടിച്ചു വരാനുണ്ടായിരുന്നു, തുടയ്ക്കാനുണ്ടായിരുന്നു. മേളിലൊരു നില റൂമും താഴെ 2 ബെഡ്റൂമായിട്ടാണ്. അപ്പം ഞാൻ ഒരു ദിവസം തന്നെ അടിച്ചു വാരി തുടക്കം അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം താഴത്തെ അടിച്ചു വാരി തുടക്കും, മേളിലത്തത് പിന്നെ പിറ്റേ ദിവസമായിരിക്കും അടിച്ചു വാരും. തുടക്കണമൊക്കെ വേറെ ദിവസമായിരിക്കും. രണ്ടും കൂടെ എനിക്ക് പറ്റില്ല. പിന്നെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കടലക്കറിയാണ്. പിന്നെ എന്തെങ്കിലും പപ്പടം ഉണ്ടെങ്കിൽ പപ്പടവും പൊരിക്കും.
അപ്പോൾ അതിന് വേണ്ടി കടല നല്ല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വേവിക്കാൻ വേണ്ടിയൊക്കെയായിരുന്നു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കുറച്ച് നേരം നമ്മളൊന്ന് കിടക്കും, അല്ലെങ്കിൽ ഫോൺ നോക്കിയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ സമയം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാൻ ഹസ്ബൻഡ് മുസംബി ജ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇന്ന് ജിമ്മിനൊന്നും പോകുന്നില്ല, ബിക്കോസ് ഇന്ന് ജൂലൈ 23 നമ്മുടെ വിജയിൻ്റെ ജനനായകൻ അല്ലേ, ഓക്കെ, ആ സിനിമ റിലീസാവുന്ന ഡേറ്റ് ഇന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു മൂവി റിലീസ് ചെയ്തിട്ട് ആ ഒരു ഡേറ്റിൽ ഞാൻ പോയി കാണുന്നത്. അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ എല്ലാ ഇറങ്ങുന്ന മൂവീസൊന്നും കാണുന്ന ഒരാളല്ല. ഞാൻ ചില മൂവീസൊക്കെ സെലക്റ്റീവ് ചെയ്ത് ഞാൻ മൂവി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ മൂവീസൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ റിവ്യൂസൊക്കെ നോക്കി എനിക്കിഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ പോയി കാണുന്ന ഒരാളാണ്. ഹസ്ബൻഡ് നോക്കുമ്പോൾ അങ്ങനെ മൂവി അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ആളങ്ങനെ അധികം കാണാറില്ല. അപ്പോൾ അതിനോട് താല്പര്യമില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമാണ് കൂടുതലും തിയേറ്ററിൽ പോയിട്ട് ആൾ കാണുന്നത്. അപ്പോൾ ഇവരെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് ഇവിടുത്തെ സിനിമ പ്രാന്തി എന്ന് പറയുന്നത്, തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് വിജയിൻ്റെ ലാസ്റ്റ് പടമാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അവരുടെ ഫാൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡിയാണ്. ഞാൻ സ്കിൻ കെയർ മാത്രം ചെയ്യുന്നുള്ളൂ. രാത്രിയാണ്, ഞാൻ ഒരു 6 മണിക്കത്തെ ഷോയാണ്. ഹസ്ബൻഡ് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. ജിമ്മിൽ ഞാനങ്ങനെ മുടങ്ങാറില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ഞാൻ ചെസ്റ്റൊക്കെ അടിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ നല്ല പെയിനുണ്ട്. ഞാൻ വിചാരിച്ചു ലീവാക്കാന്ന് വെച്ചാൽ ഇപ്പോൾ 2 സ്ഥലത്ത് നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജിമ്മ് ലീവാക്കിയത്. സോ ഞാൻ ക്യാമറ നോക്കിയിട്ട് റെഡി ആയില്ല, കാരണം നമുക്ക് 6 മണിക്കാണ് ഷോ. ഇപ്പം 5:30 ആയിട്ടുണ്ട്. നമുക്കിനി എത്താനൊരു 20 മിനിറ്റ്സ് എങ്കിലും വേണം. അപ്പോൾ ലേറ്റ് ആവും, ഹസ്ബൻഡ് ചീത്തറിയും. അതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് അങ്ങനെ റെഡി ആയില്ല. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഒരു ജീൻസും ഒരു ക്രോപ്പ് ഷോർട്ടുമാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഹാൻഡ് ബാഗ്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മളൊരു 5:30 ടൈം ആയപ്പോൾ തന്നെ ഇറങ്ങി. അവിടെ നിന്നൊരു 20 മിനിറ്റ്സ് എൻ്റെ സ്കൂട്ടിയിലാണ് പോകുന്നത്. എൻ്റെ സ്കൂട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്, ഇത്ര അനുസരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ എന്നാലും ഞാൻ കുറ്റം പറയണല്ല, നേരത്തെ തന്നെ എത്തി. നമ്മൾ വന്നപ്പോഴേക്കും ആളുകളൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആദ്യം കയറി അവിടെ ഇരുന്നു. വിജയിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ ഞാനൊരു വിജയ് ഫാനല്ല, ഞാനൊരു സൂര്യ ഫാനാണ്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റത്തെ മൂവി വിജയിൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ കാണാനൊരിത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ വിജയിൻ്റെ മുമ്പത്തെ സിനിമേൻ്റെ പാറ്റേൺ എന്താണോ അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയിലും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫാൻസിൻ്റെ ഒപ്പം ഇരുന്ന് അവരുടെ ഓരോ സീനും, വിജയിൻ്റെ ഓരോ സീനും വരുമ്പോൾ ഫാൻസിലുണ്ടാവണ ആ ഒരു ഇത്, അത് തിയേറ്ററിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇൻ്റർവെൽ ആയപ്പോൾ നമ്മൾ ഒരു ചായ, ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ട് കോൾഡ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളൊരു ചായ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ മൂവി കണ്ടു കഴിഞ്ഞു. പിന്നെ ലാസ്റ്റും വിജയിൻ്റെ പണ്ടത്തെ സിനിമേൻ്റെ എല്ലാ കാര്യങ്ങളും കുറച്ച് സൈഡിൽ കാണിക്കണ്ടായിരുന്നു. അതൊക്കെ കാണിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം, ഇനി ആളുടെ ഒരു മൂവി ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ നമ്മൾ മൂവി കണ്ടിറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ ഒരാൾ കോട്ടും ഒരാൾ കുടയുമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു നല്ല മഴയിൽ നമ്മൾ ഈ കുട വെച്ച് എന്തായാലും വരാൻ പറ്റില്ല, ഈ മഴയത്ത് കുടയൊക്കെ പോകും. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കുറഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. അപ്പോൾ എൻ്റെ വ്ലോഗ് ഞാൻ ഇനിയും വലിച്ചിട്ടുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.